ഹായ് ഫ്രണ്ട്സ്, ലെൻ പി എസ് സി അക്കാഡമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് പാർട്ടാണ്. SCERT സ്കൂൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭേദഗതി 42ാം ഭേദഗതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭേദഗതി നിലവിൽ വന്നത് 1976 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകളെപ്പറ്റി പറയുന്ന അനുച്ഛേദം 51A അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രഭരണത്തിന് നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷനിൽ തരാറുണ്ട്. അതായത് സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രഭരണത്തിന് നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന വാക്ക് കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. സംസ്ഥാനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്ന ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളുടെ കോടതി ഹൈക്കോടതി. ക്രിമിനൽ കേസ് വരുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. അപ്പം സാധാരണയായിട്ടുള്ള ക്രിമിനൽ കേസുകളെല്ലാം നടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വാദങ്ങളെല്ലാം നടക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ചായിരിക്കും. നിലവിലുള്ള ഭേദഗതികളുടെ എണ്ണം 103 2019 ഡിസംബർ വരെയാണ് 103 ഭേദഗതികളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരം പാർലമെൻറ്റ് മന്ദിരമാണ്. ഇന്ത്യയിലെ ഗവൺമെൻറ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് പ്രധാനമന്ത്രി. അപ്പോൾ ഓപ്ഷൻസ് പലത് കാണാം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രി, അങ്ങനെ പലത് കാണും. അപ്പോൾ പ്രധാനമന്ത്രി നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എല്ലാം ഉൾപ്പെടുന്ന ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം. ഉപരിസഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. അതായത് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എങ്കിൽ രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട്, അത് 6 വർഷമാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയെക്കുറിച്ച് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി, രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. പാർലമെൻറ്റ് രാജ്യസഭയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 79. പാർലമെൻറ്റ് രാജ്യസഭയുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിൾ 79. പാർലമെൻറ്റിനെ വിളിക്കുന്നതും ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതുമൊക്കെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് വഴിയാണ്. മൗലിക അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം 3 അതുപോലെ തന്നെ എത്ര മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളതെന്ന് ചോദിച്ചാൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. 7 അതിൽ 7 ഒരെണ്ണം മാറ്റി ഇപ്പം നിലവിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. താങ്ക് യു.